അടുത്തതെന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് കപ്പാസിറ്റർ കണക്റ്റഡ് അക്രോസ് 230 50 ഹെർട്സ് സപ്ലൈ. കാൽക്കുലേറ്റ് ദ റിയാക്ടൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 50 മൈക്രോ ഫാരഡേ ആണ്. 50 × 10⁻⁻6 ഫാരഡേ ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എക്സ് സി എന്ന് പറയുന്നത് 1/2π ആണ്. 1/2π സി ആണ്. അപ്പോൾ 1/2 × 3.14 × 50 ഹെർട്സ് × 50 × 10⁻⁻6 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്താൽ 63.6 ഓം കിട്ടുന്നതാണ്. പിന്നെ 230 വോൾട്ട് RMS വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ കാണാൻ വേണ്ടി മാക്സിമം വോൾട്ടേജ് കാണേണ്ടതുണ്ട്. RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആദ്യം RMS വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ RMS വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ RMS വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 63.6 XC കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 3.63 ആംപിയർ കിട്ടും RMS. പിന്നീട് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജിന് ആദ്യം മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല എങ്കിൽ കറണ്ടിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. √2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.414 × 3.63 ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത് 5.1 ആംപിയർ ആണ്. So thank you for watching this video.